ഹലോ അസ്സലാമലൈക്കും. അൻഷൂസ് വേൾഡിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ എന്തൊക്കെയുണ്ട് മക്കളെ വർത്താനം? എല്ലാവർക്കും സുഖമാണോ? അൽഹംദുലില്ലാ നമുക്കും സുഖമാണ് കേട്ടോ. അപ്പം ഇയാളെ നിങ്ങളെയൊക്കെ നനച്ചുളി കഴിഞ്ഞോ? നമ്മളത് കഴിഞ്ഞിട്ടില്ല കേട്ടോ, നമുക്ക് ഇനിയുണ്ട്. അപ്പം ഇന്ന് നമുക്ക് പെയിൻ്റ് അടിച്ചിട്ടുണ്ട്. ഇൻഷാ അല്ലാ 2 ദിവസം 3 ദിവസമൊക്കെ കഴിയുമ്പോഴത്തേന് നമ്മൾ പെയിൻ്റ് അടി കജ്ജൊന്ന് വിചാരിച്ചിണ്. ആ പെയിൻ്റ് അടി കഴിഞ്ഞിട്ട് വേണം നമുക്ക് വാതിലൊക്കെ ഒന്ന് തുടക്കണം, ജനവാതിൽ തുടക്കണം, പൊതപ്പും വിരിപ്പും തിരുമ്പാണ്ട്, തലക്കണേറ തിരുമ്പാണ്ട്, കടക്ക വെയിലത്തിടണം, പുതപ്പും വിരിപ്പൊക്കെ തിരുമ്പണം, ബെഡ്ഷീറ്റ് ബ്ലാങ്കറ്റ് തിരുമ്പാണ്ട്, അങ്ങനെ ഒരുപാട് പണിയുണ്ട്. പെയിൻ്റ് അടി കജ്ജാതെ ഒന്നും പറ്റില്ല. ഇതൊക്കെ കജ്ജട്ടഞ്ഞിട്ട് നമുക്കൊക്കെ പാടൊരു ദിവസം അങ്ങോട്ട് എടുക്കാം. ഒരു ദിവസം ഒന്നല്ല, നമുക്കങ്ങനെ എടുക്കാം. ഇൻഷാ അല്ലാ നോമ്പൊക്കെ ആണിൻ്റെ മുന്നേ തന്നെ നമുക്ക് നമ്മളെ പണിയൊക്കെ ഒന്ന് കഴിച്ചണം. നോമ്പ് ഇന്നാളെ നമ്മളെ പടിവാതിലേക്ക് എത്തിക്കണില്ലേ. 1-ാം തീയതി 2-ാം തീയതി ഒക്കെ ആയിട്ട് നോമ്പുണ്ടാവും. അപ്പോൾ ഇന്നിപ്പോൾ എത്രാം തീയതി? 23 അപ്പോൾ ഇതാക്കണേ, ഇനിയിപ്പോൾ എത്ര ദിവസം ഉണ്ട്? ഒരു 5-8 ദിവസമൊക്കെ ഉണ്ടാവുള്ളൂ ഈ കാലല്ലേ. പിന്നെ പറയാനുള്ളത്, എല്ലാവരും വീഡിയോ ഒന്ന് സ്കിപ്പ് ചെയ്യാതെ കാണണം കേട്ടോ. നമ്മളിന്ന് വീഡിയോ കാണുന്ന എല്ലാവരും ഒരു ലൈക്ക് എന്ന് കണ്ട് നമ്മളെ സപ്പോർട്ട് ചെയ്യണിയാളെ. അതേ പറഞ്ഞ മാതിരി കമൻറ്റ് ഇങ്ങനെ എഴുതി അയക്കാൻ നിങ്ങൾക്ക് പിരാന്താണ് വെച്ചെങ്കിൽ എത്ര കാലം ചിഹ്നം ഉണ്ടായില്ലേ. കജ്ജോണ്ട് ഇങ്ങനെ ഗുഡ് കാട്ടുന്നുണ്ട്, സൂപ്പർ കാട്ടുന്നുണ്ട്, ഹാർട്ട് ഉണ്ട്, അങ്ങനെ പല ചിഹ്നങ്ങളുണ്ട്. ചിരിച്ചിക്കണതും കരഞ്ഞിക്കണതും അങ്ങനത്തെ ഒരുപാട് ചിഹ്നങ്ങളുണ്ടല്ലോ നമ്മളെ മൊബൈലിൽ. ഏതെങ്കിലുമൊക്കെ ഒന്ന് അതിലിട്ടാൽ പോരെ. അപ്പം നമുക്കതൊരു കമൻ്റ് ആയില്ലേ. അപ്പം നിങ്ങളതൊന്ന് നോക്കി കഴിഞ്ഞിട്ട് അങ്ങനെ ഒരു കമൻറ്റൊക്കെ അങ്ങനെ അയക്കി. പിന്നെ പറയാനുള്ളത്, സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്ന കൂട്ടുകാരോടാണ് കേട്ടോ. സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്ന കൂട്ടുകാരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് കണ്ട് കൂട്ടാക്കിയിട്ട് നിങ്ങളെ പേരിലുള്ള ഒരാളായി കണ്ട് നമ്മളെയും കണക്ക് കൂട്ടിക്കൊള്ളി. അപ്പം സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്ന കൂട്ടുകാർ സബ്സ്ക്രൈബ് ചെയ്ത് കൂട്ടാക്കാനും മറക്കണ്ടെന്ന് പറഞ്ഞാൽ അടിച്ചേൽപ്പിച്ചിട മാതിരിയാണല്ലേ. അപ്പോൾ അതെല്ലാം മറക്കരുത് കേട്ടോ. അപ്പോൾ ഇതാക്കണേ, നമ്മൾ ചായക്കൊക്കെ വെള്ളം വെച്ചിനെ അത് തിളച്ചിക്കണം കേട്ടോ. അപ്പോൾ ഞാൻ ഇന്ന് കുറച്ച് മുക്കി വെക്കണുണ്ട്. ആണെങ്കിൽ പാര ചിലപ്പം ചായ കൂടുതലായി കഴിഞ്ഞാൽ ബാക്കി ഇക്കാരം, പിന്നെ ഇല്ലെങ്കിലോ തികയില്ല. അപ്പോൾ ഞാൻ കുറച്ച് മുക്കിക്കണം കേട്ടോ. ഇനി എന്താണെന്നല്ലോ, ഇല്ലെങ്കിൽ നമുക്ക് പിന്നെ കാച്ചാന്ന് വിചാരിച്ചിട്ടാണ്. അല്ലെങ്കിൽ മധുരട്ട ചായയല്ലേ, പിന്നെ അതങ്ങനെ. പിന്നെ ഞാനത് 4 മണിക്ക് അങ്ങനെ ബാക്കി ഉണ്ട് വെച്ചെങ്കിൽ 4 മണിക്ക് അങ്ങനെ ചൂടാക്കിയിട്ട് കുട്ടിയൊക്കെ കൊടുക്കും. അല്ലെങ്കിലോ മക്കളങ്ങനെ രാവിലത്തെ കടിയൊക്കെ കണ്ടിച്ചെങ്കിൽ മിന്നുട്ടി വന്ന് അങ്ങനെ കുടിച്ചിട്ടോ. അപ്പോൾ ഉണ്ടെങ്കിൽ ഓള് ചായയൊക്കെ അങ്ങനെ കുടിച്ചും. അതുകൊണ്ട് ചായ വല്ലാ ബാക്കി ഉണ്ടാലില്ല. ഇന്നിപ്പോൾ ഞാൻ കുറച്ച് മുക്കിക്കണം. ഏതായാലും ചിലപ്പം ബാക്കി ഉണ്ടാവും ചെയ്യും, അങ്ങനെയാണ് കേട്ടോ. അപ്പം അങ്ങനെ ഇതാക്കണേ. ബാക്കി ഉണ്ടെങ്കിൽ ഞാൻ 4 മണിക്ക് എടുക്കും ചെയ്യും. അപ്പം അരിയൊക്കെ അരച്ച് ചുടുവെള്ളമൊക്കെ ലൂസാക്കി എടുത്തുക്കണം കേട്ടോ. നമ്മളെ ചീയപ്പാണ് ചുടുന്നത്. അപ്പം ചൂടുവെള്ളം പാർന്നെങ്കിൽ നമുക്ക് ഒരു തീർപ്പതി ഉണ്ടാവുള്ളൂ കേട്ടോ. നമ്മളപ്പം ഒന്ന് ശരിയായി കിട്ടണമെങ്കിൽ ചൂടുവെള്ളം പാരണം. അങ്ങനെ ചൂടുവെള്ളമൊക്കെ ഉപ്പൊക്കെ ഇട്ട് നമ്മളെ മാവ് സെറ്റാക്കിക്കണം കേട്ടോ. ഇനി നമുക്ക് തിരിച്ച് പിടിപ്പിക്കണം, എന്നിട്ട് ചട്ടി വെക്കണം, അതൊക്കെ പണിയുണ്ട്. അപ്പം അങ്ങനെ ഇതാക്കണേ. നമ്മൾ മാവൊന്നും കൂടിയൊക്കെ ഇളക്കി നോക്കുകയാണ് കേട്ടോ, സെറ്റായിക്കണമെന്നൊക്കെ. അപ്പം അടിപൊളിയായിക്കണം കേട്ടോ. ഇനി നമുക്കൊന്ന് ചുട്ടൊക്കെ പിന്നെ നമ്മളെ വെള്ളമൊക്കെ പാകമായിക്കണമെന്നുള്ളത്. പാകമായിട്ടില്ലെങ്കിൽ നമുക്ക് പിന്നെയും വെള്ളം പാർന്ന് കൊടുക്കാം. ഒന്നായിട്ട് വെള്ളം പാർന്ന് കൊടുത്താൽ ചിലപ്പം വെള്ളം കയറിക്കഴിഞ്ഞാൽ ചട്ടിയിൽ നിന്ന് കിട്ടൂല. അപ്പോൾ കുറച്ചിച്ച് വെള്ളം പാർന്നിട്ട് ലൂസാക്കി എടുക്കുക. ചുട്ട് കഴിഞ്ഞിട്ട് നന്നാവണില്ലാച്ചെങ്കിൽ മാത്രം നമുക്ക് കുറച്ചും കൂടി വെള്ളം പാർന്നെടുക്കാം. അപ്പോൾ ഇതാക്കണേ, ഞാൻ ഇതിച്ചൊക്കെ നമ്മളെ തീപ്പെട്ടിയൊക്കെ വരച്ച് കടലാസുമ്മലൊക്കെ കത്തിച്ച് ഞാൻ അടുപ്പിക്കാൻ വെച്ച് കൊടുത്തുക്കണം കേട്ടോ. ഇനി ഓലക്കൊടിയുമ്പോൾ അങ്ങനെ കത്തിയിട്ട് അങ്ങനെ കത്തി പിടിച്ചോളും. നമുക്ക് മട്ടലൊക്കെ നാൾ വെട്ടി ചീന്തിയതൊക്കെ ഉണ്ട്, അതൊക്കെ നല്ല ഉണങ്ങി ചൂട്ടായതാണ്. അപ്പോൾ പെട്ടെന്നുണ്ട് കേട്ടോ കത്തി പിടിച്ചാൽ. പിന്നെ എന്താണെന്നറിയാം, ഈ മട്ടൽ പിന്നെ കണലുണ്ടാവില്ല ഇതിന്. ഇതിങ്ങനെ കുറച്ച് കഴിഞ്ഞാൽ അങ്ങോട്ട് പറ്റ തണുത്ത് ആറിക്കൊണ്ട് ഒരു വെണ്ണൂറായി കൊണ്ടിരിക്കും. നമ്മളെ വിറകൊക്കെ കത്തിച്ചാൽ കണലുണ്ടാവുമല്ലോ, ഇതിന് കണലുണ്ടാവില്ല. ഏതായാലും സൂപ്പറായിട്ട് കത്തും കേട്ടോ. അപ്പോൾ ഒരു വകവും ഇല്ലെങ്കിൽ ഇതൊക്കെ തന്നെ ശരണം നമുക്ക്, മട്ടലൊക്കെ തന്നെ കേട്ടോ. അപ്പം അങ്ങനെ ഇതാക്കണേ. നമ്മൾ മട്ടലും പിന്നെ ചികിരിയൊക്കെ വെച്ചിട്ട് അങ്ങനെ പോണേ. ചട്ടി വെച്ചപ്പം തിജ്ജ് നല്ലോണം കത്തണുണ്ട്. നമ്മളെ കജ്ജൊന്ന് പൊള്ളിട്ടോ, പക്ഷെങ്കിൽ പൊളച്ചിട്ടൊന്നുമില്ല കേട്ടോ. അപ്പോൾ അതിന് നമ്മൾ കജ്ജ് വലിച്ച്. അപ്പം പിന്നെ ഞാൻ എന്താട്ടി കൈക്കല വെച്ചിട്ടാണ് കേട്ടോ ചട്ടി ഒന്ന് ശരിയാക്കണത്. ഇനിയും പൊള്ളിയാലോ എന്ന് വിചാരിച്ചിട്ടേ. അപ്പം
ചൂടുവെള്ളത്തിൽ വീണ പൂച്ച പച്ചവെള്ളം കണ്ടാലും പേടിച്ചെന്ന് പറയുന്നിട്ടില്ലേ. അപ്പം ഇനി പൊള്ളണ്ടാന്ന് വിചാരിച്ചിട്ട് ഞാൻ എന്താട്ടിന്നറിയാം, കൈക്കലൊക്കെ പിടിച്ചിട്ട് ചട്ടിയൊക്കെ ഒന്ന് ശരിയാക്കി വെച്ച് നമ്മളെ ചട്ടി നല്ല ഉഷാറായിട്ട് ചൂടായിക്കണേ. ചട്ടിയിൽ നിന്നുണ്ടല്ലോ ആവി അങ്ങനെ വരുന്നുണ്ട്. അപ്പോൾ നമുക്കൊന്ന് പാർന്ന് നോക്കാം അപ്പം എങ്ങനെ ഉണ്ടെന്നുള്ളത്. സൂപ്പർ അപ്പാണ് കേട്ടോ. ഇനിയിപ്പോൾ ഇതിക്ക് വെള്ളം പാരാനുമില്ല, പൊടി ഇടാനുമില്ല, ഒന്നുമില്ല. പാകത്തിനയക്കണേ. നമുക്ക് ഇതാക്കണേ ചട്ടിയിൽ നിന്ന് കിട്ടണുണ്ട് കേട്ടോ. അപ്പോൾ അതാ ഒരപ്പം നമ്മൾ ചുട്ട്, ഇനി ബാക്കിയില്ല അപ്പം കൂടി നമുക്ക് ഇതേപോലെ തന്നെ അങ്ങനെ ചുട്ടെടുക്കാം. അപ്പം ഓയിൽ തേച്ചിക്കണം കേട്ടോ രണ്ടാമത്തും ചുടാൻ. അപ്പം നമുക്ക് മാവ് ശരിയാണെന്ന് വെച്ചെങ്കിൽ ചട്ടിക്ക് പാരുമ്പോൾ തന്നെ നമുക്കറിയാം കേട്ടോ. ആ ചട്ടി നിറച്ചും കുറേ ഹോൾസും കാര്യങ്ങളൊക്കെ ആയിട്ട് ഇങ്ങനെ ഉണ്ടാവും. അപ്പോൾ തന്നെ നമുക്ക് മനസ്സിലാകും നമ്മളെ മാവ് നല്ല അടിപൊളിയായിരിക്കണമെന്നുള്ളത്. അപ്പോൾ ഇതാക്കണം അങ്ങനെ ചെയ്യപ്പോൾ നമ്മൾ ഓരോന്നോരോന്ന് അങ്ങനെ ചുട്ടെടുക്കണുണ്ട്. പിന്നെ ഇനി ഇതിക്ക് എന്താ ചാറ് എന്നല്ലേ ഞാൻ കാണിച്ചു തരാം കേട്ടോ. അപ്പം മത്തിമീൻ ഞാൻ തലേന്ന് തന്നെ നന്നാക്കി വെച്ചിനി കേട്ടോ. അതെന്താ വെച്ചാൽ ചെറിയ കുഞ്ഞമത്തിയാണ്. അപ്പോൾ ആ കുഞ്ഞമത്തി രാവിലെ നുള്ളി തോല് ഒളിച്ചാൽ ഭയങ്കര ഗതിയുടെക്കാരം. അപ്പം ഞാൻ തലേന്ന് തന്നെ ഉണ്ട് പിന്നെ നന്നാക്കി വെച്ചിക്കണം കേട്ടോ. അപ്പം ചട്ടിയൊക്കെ ഞാൻ പുറത്തേക്ക് എടുത്തുക്കണേ. ഇനിയിപ്പോൾ അതെന്താണെന്നൊക്കെ ഞാൻ പറഞ്ഞുതരാം കേട്ടോ. എന്താ ചിലപ്പോൾ ചട്ടി നിങ്ങൾക്ക് മനസ്സിലായപ്പോൾ കണ്ടപ്പം നിങ്ങൾക്ക് മനസ്സിലായേക്കൂലേ. ആയപ്പം എന്നല്ല, ചട്ടി കണ്ടപ്പം നിങ്ങൾക്ക് ചിലപ്പോൾ മനസ്സിലായേക്കും എന്താണെന്നുള്ളത് അല്ലേ. അപ്പോൾ ഞാൻ ഇപ്പോൾ കാണിച്ചു തരാം കേട്ടോ എന്താണെന്നുള്ളത്. അപ്പം മീനൊക്കെ ഞാൻ പിടിച്ചെന്നെടുത്ത് കൊണ്ടുവന്നിക്കണം കേട്ടോ, വെള്ളത്തിലിട്ടിക്കണം. ഇതന്നെയാണ് ഞാൻ കാണിച്ചു തന്നത്. ഇതാണ് ചാറ്. ഇത് നമ്മൾ ഇന്നാളുണ്ടാക്കിയില്ലേനോ, മീൻ കിട്ടും എന്ന് കരുതിയാണ് പുളിയൊക്കെ തിളപ്പിച്ച് മസാല കൂട്ടി വെച്ച നമ്മളെ ആ മസാല കൂട്ടണ്ണികളെ ഇത് എത്ര ദിവസമായി, 4-5 ദിവസമായില്ലേ. എന്നാലും ഒരു കേടുമില്ല, പുളിയൊക്കെ ഇറങ്ങി നല്ല അടിപൊളിയായിട്ട് വന്നിരിക്കണം കേട്ടോ. സൂപ്പറായിക്കണ്, ഒരു കേടുമില്ല കേട്ടോ. ഏതായാലും മത്തിക്കുട്ടികളെയൊക്കെ ഞാൻ നന്നാക്കി നമ്മളിത് കിട്ടുകൊടുക്കാൻ ഞാൻ നിങ്ങളോട് പറഞ്ഞിട്ടില്ലേനോ എന്നാണ് ഈച്ച് മീൻ കിട്ടണത് അന്ന് ഞാൻ ഇത് അതിലിട്ടിട്ടേ ഞാനിത് വെക്കുള്ളൂ എന്ന് ഞങ്ങളോട് പറഞ്ഞിട്ടില്ലേനോ. ആ പറഞ്ഞ മാതിരി തന്നെ ഈച്ച് മീൻ കിട്ടി. മീൻ 2 ദിവസം ആയിക്കണം കേട്ടോ കിട്ടിയിട്ട്. അപ്പോൾ ഇറച്ചിയൊക്കെ ഉണ്ടായപ്പോൾ പിന്നെ ഞാൻ ആ മീൻ പിടിച്ചിട്ട് തന്നെയാണ് വെച്ചിക്കേനി. ഇറച്ചി ഉണ്ടായാൽ പിന്നെ മീനൊന്നും ഒറ്റ കുട്ടിയൊക്കെ വേണ്ടിയല്ല. അപ്പോൾ പറയുമ്പോൾ ആ ഇറച്ചി ഫ്രിഡ്ജിൽ വെച്ചിക്കാണ്ട് എന്തിനാണ് നിങ്ങൾ ഈ മീൻ വെച്ചിരിക്കുന്നത്, നിങ്ങൾക്ക് ഇറച്ചി വെച്ചൂടേന്ന് വെച്ചിരുന്നാൽ പിന്നെ ഞാൻ ഒരു പരാതി കേൾക്കണ്ടെന്ന് വിചാരിച്ചിട്ട് മീൻ നമ്മൾ പിടിച്ചിക്കും കയറ്റി ഇറച്ചി അങ്ങനെ വെച്ചും ചെയ്ത്. അതുകൊണ്ടാണ് കേട്ടോ നമ്മൾ ഈ മീൻ വറ്റിച്ചൽ വൈകിയത്. അപ്പോൾ മീനൊക്കെ 2 ദിവസമായിട്ട് കിട്ടിയിരിക്കണേ. അപ്പോൾ അതാക്കണേ ഒരു കേടുമില്ല കേട്ടോ നമ്മൾ ഈ മസാലയ്ക്ക്. പുളിയൊക്കെ ഇട്ടുകൊണ്ടിരിക്കാനും പിന്നെ ഫ്രിഡ്ജിലും അല്ലേ നല്ല സൂപ്പർ മീൻ കറി ആയിട്ടാ. ഇനി പിന്നെ അതെങ്ങനെ മസാല കൂട്ടിയെന്നൊക്കെ ഇന്നാൾ ഞാൻ കാണിച്ചെന്നാണ്, ഇനിയിപ്പോൾ ഞാൻ പറയണില്ല. പിന്നെ ലാസ്റ്റ് ഞാൻ കുറച്ച് കരിയേപ്പിട്ട് കുറച്ച് പച്ച വെളിച്ചെണ്ണ ഇട്ടിട്ട് സെറ്റായി. അപ്പോൾ ഇതാക്കണം ഈ മീൻ ചാറ് തീരുമാനമായി. ഇപ്പോഴാണ് തീരുമാനമായത്. നമ്മൾ പറഞ്ഞ വാക്ക് ഒന്നേ ഉള്ളൂ. പറഞ്ഞ മാതിരിയാണ് ഞാൻ പറഞ്ഞു നിങ്ങളോട്. എനിക്ക് എന്നാണ് മീൻ കിട്ടുന്നത് അന്നാണ് ഞാൻ ഇത് എടുക്കുള്ളൂ എന്നുള്ളത്. മീൻ കിട്ടി, ഇട്ടു, വെച്ചു. പിന്നെ അപ്പമൊക്കെ വെച്ചു. അപ്പമൊക്കെ ചുട്ടു. പിന്നെ ആ ചോറ്റിന് വെള്ളം വെച്ചു. അപ്പോൾ ചോറും കൂട്ടാനൊക്കെ പെട്ടെന്ന് ആക്കിയെടുക്കുന്നുണ്ട് കേട്ടോ. നമ്മളെ പണികളൊക്കെ പെട്ടെന്ന് കഴിഞ്ഞിട്ടെന്ന്. അപ്പോൾ എന്താ നമുക്കിന്ന് പെയിൻ്റ് അടിച്ചിട്ടുണ്ട്. അപ്പോൾ ഇങ്ങനെ പറയുന്നിട്ടില്ലേ, മാണെങ്കിൽ ചക്ക വേരിലും കായ്ച്ചും പറഞ്ഞ മാതിരി നമുക്ക് മാണെന്ന് വെച്ചാൽ നമ്മളെ പണിയൊക്കെ പെട്ടെന്ന് കജുണ്ണികളെ ഇതിങ്ങനെ താറി നിൽക്കും. അങ്ങോട്ടൊന്ന് നടന്നിട്ടും ഇങ്ങോട്ടൊന്ന് നടന്നിട്ടും ഫോണിലൊന്ന് നോക്കിയിട്ടും അങ്ങനെ നോക്കി നിന്നിട്ടാണ് നമുക്ക് ഈ പണി ഇങ്ങനെ നേരം വെക്കുന്നത്. അപ്പം നമ്മളെന്താട്ടി ഫോണൊക്കെ ഒരു ഭാഗത്തേക്ക് വെച്ചിട്ട് നമ്മൾ വേഗം ചോറും കൂട്ടാനുണ്ടാക്കാൻ നിന്ന്. അപ്പോൾ ഇതാക്കണ ഈ ചോറൊക്കെ നല്ലോണം ഒന്ന് തിളച്ച് വരുന്നുണ്ട് കേട്ടോ. അപ്പം വെന്തുക്കണോ എന്നൊക്കെ നോക്കുകയാണ്. ഒരു താളയും കൂടെയൊക്കെ തിളച്ചിട്ട് നമുക്ക് ഊറ്റാം. രസം പിടിയത്തായതുകൊണ്ട് തന്നെ പെട്ടെന്നുണ്ട്. ഇങ്ങോട്ട് നോക്കുകയാണ് ഈ മീൻചാറിൻ്റെ ഒരു ചൊർക്ക് അല്ലേ, എണ്ണയൊക്കെ തെളിഞ്ഞ് വന്നിക്കണേ. അപ്പോൾ സനുവിന് അപ്പവും മീൻചാറും കൊടുത്തിക്കണം കേട്ടോ. അപ്പോൾ പറഞ്ഞ് ഇച്ച് അപ്പം മീൻചാറും മതി. ഇത് എത്ര അപ്പമ്മ 2 എണ്ണമാണ് ഞാൻ പറഞ്ഞു. അപ്പോൾ പറഞ്ഞു ചൊന്ന് മതി. ഞാൻ പറഞ്ഞു 2 തിന്നളാറിന്. അപ്പോൾ മീനുട്ടിക്ക് പഞ്ചസാര മതിയായിരുന്നു. ഓക്കെ പഞ്ചസാര കൊടുത്തു. അപ്പോൾ സാനോട്ട മണിച്ചു ഒരപ്പം മതിയമ്മ, ഞാൻ ഒന്നേ തിന്നോളൂ. ഞാൻ പറഞ്ഞു ആ മീൻചാറിൻ്റെ രസം കൊണ്ട് ഇഞ്ഞും അപ്പം തിന്നു. പറഞ്ഞ പോലെ തന്നെ മൂപ്പര് അത് തിന്ന് കഴിഞ്ഞാണ്ട് പിന്നീട് വരുന്ന ഒരു അപ്പം ഒരു ചാറും ചോദിച്ചിട്ട്. അപ്പോൾ ഞാൻ പറഞ്ഞു അപ്പം ഇജ്ജെല്ലാം ഒന്ന് മതിയായിരുന്നു, നല്ല രസമുണ്ട് മീൻചാറും അപ്പം തിന്നാൻ. അപ്പം ഞാൻ പറഞ്ഞു എന്താ പിന്നെ ഞാൻ എന്നോട് പറഞ്ഞത്, തള്ളാർ പറഞ്ഞോ വേണം കുറച്ചൊക്കെ കേക്കേന്ന് പറഞ്ഞു. ഓൻ ചെറിച്ചിക്കാണ്ട് കുറച്ച് ചാറും പറന്ന് ഒരു അപ്പം കൊടുത്തിട്ട് ഓൻ അങ്ങോട്ട് പോവുകയും ചെയ്തു കേട്ടോ. മറ്റോള് പിന്നെ പഞ്ചാരം കൂട്ടിക്കാണ്ട് അങ്ങനെ തിന്നും ചെയ്ത്. അതിന്
എപ്പോഴും എന്നും നേരം വെളുത്ത ഒരു യുദ്ധം വട്ടാണ് നമ്മളെ അടുക്കളയിൽ. മുപ്പത്തിയേർക്ക് പഞ്ചാരയെ പറ്റുള്ളൂ. ഓക്ക് പറ്റിയ ചാറുണ്ടെങ്കിൽ മാത്രമേ കൂട്ടുള്ളൂ. അല്ലെങ്കിൽ എന്നും ഈ പഞ്ചാര. നേരം വെളുത്താൽ ഞാനും ഓളും കച്ചറോടാനേ നേരമുള്ളൂ കേട്ടോ. പിന്നെ ഏതായാലും ചോറൊക്കെ വാർത്ത് വെച്ചു. അടുപ്പും വീതനയൊക്കെ ഒന്ന് തുടച്ച് വൃത്തിയാക്കിയിട്ടു. പിന്നെ ഞാൻ പപ്പടം പൊരിച്ചു. പിന്നെ ചാറുണ്ടാക്കുന്നത് ചീരയാണ് കേട്ടോ. ചീരയൊന്നും നുള്ളണതൊന്നും ഞാൻ കാണിച്ചിട്ടില്ല കേട്ടോ. അതൊക്കെ ഞാൻ പിന്നെ കാണിച്ചു തരുന്നുണ്ട്. പിന്നെ വെളുത്തുള്ളിയും ചെറിയ ഉള്ളിയും പച്ചമുളകും തൂമിച്ചു. കഞ്ഞിൻ്റെ വെള്ളത്തിൻ്റെ തെളി ആദ്യം ഊറ്റിയിട്ട് അതിൻ്റെ അടിഭാഗം ഊറൽ കുറച്ച് പാർന്ന് കൊടുത്തു. അത് തിളച്ചതിന് ശേഷം നമുക്ക് ഉപ്പിട്ട് കൊടുക്കാം. നമ്മളെ ചീര കേകിക്കാണ്ട് ഇട്ട് കൊടുക്കാം കേട്ടോ. അപ്പോൾ ചീര ഇതാക്കണ കാപ്പിയും പച്ചയൊക്കെ ഉണ്ട് കേട്ടോ. രണ്ടും പാടിട്ട് കേക്കാണ് 2-3 വട്ടം കേക്ക് പിന്നെ വെള്ളത്തിലിട്ടിട്ട് പിന്നെ ഒന്ന് കേക്ക് എടുക്കുകയാണ് കേട്ടോ. അപ്പോൾ ഇന്നിതാണ് നമ്മളെ വിശേഷങ്ങൾ. അപ്പോൾ നിങ്ങൾക്കൊക്കെ വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് ഞാൻ വിചാരിച്ചിന്. ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ നേരത്തെ പറഞ്ഞ പോലെ തന്നെ പിന്നെയും പറഞ്ഞ നിങ്ങളെ ഞാൻ ബോറടിപ്പിച്ചിട്ടില്ല. പറഞ്ഞ മാതിരിയൊക്കെ ചെയ്യുക. അപ്പോൾ നമ്മൾ വീതനയൊക്കെ ഒന്ന് തുടച്ച് വൃത്തിയാക്കിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇൻഷാ അല്ലാഹ് പുതിയ വീഡിയോ ആയിട്ട് ഞാൻ നാളെ വരുന്നുണ്ട്. അതുവരെ എല്ലാവരോടും അസ്സലാമു അലൈക്കും. താങ്ക് യു ഫോർ വാച്ചിങ്. ടാറ്റാ.